കൊളാർക്സ് അക്കാഡമിയിലേക്ക് സ്വാഗതം. റവന്യൂ ടെസ്റ്റ് പേപ്പർ 1-ലെ 10 നിയമങ്ങളും ഈ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും ഉൾപ്പെടുത്തിയ വീഡിയോ സീരീസിന്റെ 8ാമത്തെ ക്ലാസ് ആണിത്. ഇതിനു മുമ്പായി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്ത റവന്യൂ ടെസ്റ്റ് പേപ്പർ 1-മായി ബന്ധപ്പെട്ട മുഴുവൻ വീഡിയോസും ഒരു പ്ലേ ലിസ്റ്റ് ആക്കി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി 1 by 1 ആയിട്ട് കാണുക. ഓക്കെ, റിമെമ്പർ എക്സലൻസ് ഈസ് എ ജേണി. നമ്മുടെ ചാനലിന്റെ മോട്ടോ പോലെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കേരള സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് 1961 ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് അതിരടയാള നിയമം എന്നാണ്. ഈ അതിരടയാള നിയമത്തിന്റെ ചുവട് പിടിച്ചിട്ട് 1964 ഒരു റൂൾ വന്നിട്ടുണ്ട്. അതായത് സർവേ ആൻഡ് ബൗണ്ടറീസ് റൂൾസ് 1964. നമ്മൾ ഈ നിയമം പഠിക്കുമ്പോൾ ഒരു 4 ടോപ്പിക്സ് ആയിട്ടായിരിക്കും പഠിക്കുന്നത്, അല്ലെങ്കിൽ 4 or 5 ടോപ്പിക്സ് ആയിട്ടാണ് നമ്മൾ ഈ നിയമം പഠിക്കുന്നത്. അതിന് കാരണം ആക്ട് വളരെ ചെറുതാണ്. അതിനകത്ത് 24 സെക്ഷനുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ റൂള് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിന് 105 സെക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മഗപ്പ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പകരം നമ്മൾ ഇത് മെയിൻ പോയിന്റ്സ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം നമ്മൾ നോക്കുന്നു. പിന്നെ നമ്മൾ ടെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു, നമ്മൾ എക്സാം പാസ്സാവുന്നു. ഓക്കെ, നോർമലി ഒരു എക്സാമിന് ഇതിൽ നിന്ന് 10-ൽ കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച വർഷം തന്നെയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെക്കുവാണെങ്കിൽ, മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ 10 ചോദ്യങ്ങൾക്കും വളരെ ഈസി ആയിട്ട് ഒരു 2 seconds എടുത്ത് തന്നെ നമുക്ക് ആൻസറിലോട്ട് പോകാൻ പറ്റും. ഓക്കെ, ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നോർമലി നമ്മൾ ഒരു ആക്ട് പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഫ്രണ്ട് പേജ്, അതായത് ഫസ്റ്റ് പേജ് നമ്മൾ നോക്കൂലേ, ആ ഫസ്റ്റ് പേജ് നമ്മളൊന്ന് സ്കാൻ ചെയ്യും. അതായിരിക്കും ടോപ്പിക് 1. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഡെഫിനിഷൻസ് നോക്കും. ഓക്കെ, അത് നിങ്ങൾക്കറിയാം, ഒരു ആക്ടിന്റെ സെക്ഷൻ 2-ലായിരിക്കും അതിന്റെ ഡെഫിനിഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന സാധാരണ ചോദിച്ചിട്ടുള്ള ഡെഫിനിഷൻസ് ഒക്കെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് 3ാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സർവേ മാർക്സ്. അതുപോലെ തന്നെ നമ്മൾ നോർമലി സർവേ ചെയ്യുന്ന എങ്ങനെയാണ്, സർവേയറെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്, അതുപോലെ തന്നെ ഏതൊക്കെ സെക്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സർവേക്ക് ഗവൺമെന്റ് ഓർഡർ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള സർവേ കാര്യങ്ങളാണ് നമ്മളെ ടോപ്പിക് 3ാമത്തെ ടോപ്പിക്കിൽ. പിന്നെ LRM, ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടോപ്പിക്സ് നമ്മൾ പഠിക്കും. പിന്നെ ഈ സർവേ, ഫീൽഡ് സർവേ, അതുപോലെ തന്നെ ഇതിന്റെ സബ് ഡിവിഷൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ്, അല്ലാതെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. പിന്നെ ലാസ്റ്റ് നമ്മൾ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് സെക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ നിയമത്തിലും അതുപോലെ തന്നെ റൂളിലും ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ കവർ ചെയ്യും. അപ്പോഴേക്കും നമ്മളെ ഈ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ബൾക്കി ആയിട്ടുള്ള ഈ നിയമം, അതിന്റെ റൂളും ഫിനിഷ് ചെയ്യും. ഓക്കെ, ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് സർവേയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ എല്ലാ ആൻസറുകളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്താന്ന് വെച്ചാൽ, നമുക്ക് 3 തരത്തിലുള്ള സർവേ ആണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് ചെയിൻ സർവേ. ചെയിൻ സർവേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സർവീസിൽ വരുമ്പോൾ തന്നെ നിങ്ങളെ ഡിപ്പാർട്ട്മെന്റ് ILDM-ലോ അല്ലെങ്കിൽ മറ്റ് സർവേ സ്കൂളുകളിലോ നിങ്ങളെ അയച്ച് പഠിപ്പിക്കുന്ന 1 മാസത്തെ കോഴ്സില്ലേ, നോർമലി അത് കോഴ്സ് വേറെയാണ്. അപ്പൊ നിങ്ങളെ 1 മാസം കൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. അതാണ് ഈ ചെയിൻ സർവേ. ഇനി തിയോഡലൈറ്റ് സർവേ ഉണ്ട്. തിയോഡലൈറ്റ് സർവേ എന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയിൻ സർവേയിൽ ചെയിനാണ് ഉപയോഗിക്കുന്നത്, ചങ്ങല. പക്ഷെ തിയോഡലൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് തിയോഡലൈറ്റ് മെഷീൻസ് ആണ്. ഓക്കെ, തിയോഡലൈറ്റ് മെഷീൻസ് ഉപയോഗിച്ച് നമ്മൾ സർവേ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, തിയോഡലൈറ്റ് സർവേ എന്ന് പറയുന്നത്. അപ്പൊ ഈ തിയോഡലൈറ്റ് എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടായിരിക്കുമല്ലോ, നമ്മൾ ഒരു സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടായിരിക്കും
നമ്മൾ സർവേ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ തിയോഡലൈറ്റ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ചെയിൻ സർവേ എന്നും തിയോഡലൈറ്റ് സർവേ മനസ്സിലായി കാണുമല്ലോ. പക്ഷെ ഇത് രണ്ടും നമ്മൾ ഇപ്പോ അത് യൂസ് ചെയ്യുന്നില്ല. ചെയിൻ സർവേ യൂസ് ചെയ്യുന്നില്ല, തിയോഡലൈറ്റ് സർവേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും എല്ലാ സ്ഥലത്തും എന്റെ ഭൂമി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സർവേ വകുപ്പിന്റെ ഒരു പോസ്റ്ററൊക്കെ ഒട്ടിച്ചിരിക്കുന്ന ഒരു ആന ഒരു ക്രോസ് സ്റ്റാഫും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പോസ്റ്ററാണത്. അപ്പൊ അതാണ് നമ്മൾ ഇപ്പൊ ചെയ്യുന്നത്. അതാണ് ഡിജിറ്റൽ സർവേ. ഡിജിറ്റൽ സർവേയിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ GPS ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിജിറ്റൽ സർവേ ചെയ്യുന്നത്. അപ്പോൾ ഈ ടേംസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഇങ്ങനെ കാഷ്വൽ ആയിട്ട് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് സംശയം വരാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചെയിൻ സർവേ, അതുപോലെ തന്നെ തിയോഡലൈറ്റ് സർവേ, അതുപോലെ തന്നെ ഡിജിറ്റൽ സർവേ. നമ്മൾ ഇപ്പൊ ചെയ്യുന്നത് ഡിജിറ്റൽ സർവേ. GPS-ന്റെ സഹായത്തോടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഡിജിറ്റൽ സർവേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ ആക്ടിൽ നമ്മൾ പറയാൻ പോകുന്ന ചില ടേംസ് ഉണ്ട്. അതായത് നിങ്ങൾക്കൊരു വില്ലേജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വില്ലേജ് വന്നല്ലോ. ഇപ്പൊ നിങ്ങളുടെ തന്നെ വില്ലേജ് നിങ്ങളുടെ മനസ്സിൽ വരുമല്ലോ വില്ലേജ് എന്ന് പറയുമ്പോൾ. അപ്പൊ വില്ലേജ് എന്താണ്? അത് ഒരു വില്ലേജിന്റെ ഒരു അതിർത്തിക്കുള്ളിൽ വരുന്ന ഭൂമി, ആ ഒരു ഏരിയ, അതാണ് വില്ലേജ്. ഈ വില്ലേജിനെ നമ്മൾ 4-5 ബ്ലോക്കുകളായിട്ട്, വലിയ വലിയ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു വില്ലേജിനെ. ഓക്കെ, അപ്പൊ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭൂമി സംബന്ധമായിട്ട് നമ്മുടെ മനസ്സിൽ ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ എന്താ, 4-5 വലിയ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ള സംഭവമാണ് ഒരു വില്ലേജ്. ഓക്കെ, ഇനി നമ്മളൊരു ബ്ലോക്ക്, ഇതിൽ ഈ 5 ബ്ലോക്കിൽ അല്ലെങ്കിൽ 4 ബ്ലോക്കിൽ ഒരു ബ്ലോക്ക് മാത്രം എടുത്താൽ ഈ ബ്ലോക്കിനകത്ത് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ച്, മനസ്സിലായില്ലേ, അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ബ്ലോക്കിനെ നമ്മൾ ഓരോ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഖണ്ഡം. അപ്പോൾ വില്ലേജ്, ബ്ലോക്ക്, 4-5 ബ്ലോക്ക്. ഈ 4-5 ബ്ലോക്കിലെ ഓരോ ബ്ലോക്കിനെയും നമ്മൾ ഓരോരോ ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് 4-5 ഖണ്ഡങ്ങൾ കാണാം ഓരോ ബ്ലോക്കിൽ. അത് അതിന്റെ ഏരിയ അനുസരിച്ച് അന്ന് സർവേ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഖണ്ഡങ്ങളായിട്ട് സർവേയർ അല്ലെ സർവേ ഓഫീസർ തിരിച്ചിട്ടുള്ളത്. ഇനി ഓരോ ഖണ്ഡം ഉണ്ടല്ലോ, ഈ ഓരോ ഖണ്ഡത്തിനകത്തായിരിക്കും ഈ ഓരോ സർവേ നമ്പരും അതിന് കീഴിൽ വരുന്ന സബ് ഡിവിഷൻസ് ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഭൂമി അതിനകത്താണ് വരുന്നത്. നിങ്ങളുടെ ഭൂമി എന്ന് പറയുന്ന ഒരു ചെറിയ ഫീൽഡാണ്. അതൊരു സബ് ഡിവിഷനോ അല്ലെങ്കിൽ ഒരു സർവേ നമ്പറോ ആയിരിക്കാം. ഈ സർവേ നമ്പർ ഒരു ഖണ്ഡത്തിനകത്ത് വരുന്നു. ഇങ്ങനെയുള്ള കുറെ ഖണ്ഡങ്ങൾ ചേർന്നിട്ട് ഒരു ബ്ലോക്ക് ആവുന്നു. ഒരു ബ്ലോക്ക് ഇതുപോലെയുള്ള 4-5 ബ്ലോക്കുകൾ ചേർന്നിട്ട് ഒരു വില്ലേജ് ആവുന്നു. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഡിവിഷൻ. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഈ നിയമത്തിന്റെ ഫ്രണ്ട് പേജ്, അതായത് നമ്മളെ ഫസ്റ്റ് പേജ് ഉണ്ടല്ലോ, ഫസ്റ്റ് പേജ് നമുക്ക് അനലൈസ് ചെയ്യാം. ഓക്കെ, ഈ നിയമം എന്ന് പറയുന്നത് 1961 37ാമത്തെ നിയമമാണ് സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട്. ഓക്കെ, ഈ നിയമം നിരവധി തവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ആ ഫ്രണ്ട് പേജിൽ കണ്ടോ, എല്ലാ വർഷങ്ങളെല്ലാം എത്രാമത്തെ ഇയർ ആയിട്ടാണ് എത്രാമത്തെ നിയമമായിട്ടാണ് ഓരോ വർഷവും ഇതിനെ അമെൻഡ് ചെയ്തിട്ടുണ്ടോ ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോ ഒരു ചോദ്യം അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾ 1961 മാത്രം, അതിലെ 37 ആണെന്ന് മാത്രം ഉണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ആ നിയമം ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇയർ ഇവിടെ ഉണ്ടോ എന്ന് കൂടെ നിങ്ങൾ നോക്കണം. ഓക്കെ, ഇനി ഈ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് നിലവിൽ വന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് 1/9/1964 തീയതി പ്രാബല്യത്തിലാണ് നിലവിൽ വന്നത്. അപ്പൊ ഇതൊന്നും കാണാതെ പഠിക്കണ്ട, നമുക്ക് നേരെ ഫസ്റ്റ് പേജ് എടുക്കുക. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഫസ്റ്റ് പേജ് എടുക്കുക. നിങ്ങൾക്കറിയാം, ഫസ്റ്റ് പേജ് എടുക്കുക, നേരെ താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പോൾ അതിന്റെ അടിയിൽ കണ്ടോ, അവിടെ കൊടുത്തിട്ടുണ്ടാവും എന്നാണ്, ഏത് പ്രാബല്യത്തിലാണ് നിലവിൽ വന്നത്, അതുപോലെ തന്നെ ഗവർണർ ഒപ്പിട്ട ഡേറ്റ്, അതുപോലെ തന്നെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ്, അതെല്ലാം ഒരു നിയമത്തിന്റെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഈ നിയമം, അതായത് ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു ദ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള. അതായത് ഈ നിയമത്തിന് നമ്മുടെ കേരളത്തിന്റെ ടെറിട്ടറി, കേരള സംസ്ഥാനം മുഴുവൻ ഇത് പ്രാബല്യത്തിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ നിയമം നിലവിൽ വന്നപ്പോ നിരവധി നിയമങ്ങൾ അന്ന് ഈ അതിര് നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിലവിലുണ്ടായിരുന്നു. ആ നിയമങ്ങളെല്ലാം ഈ നിയമം വന്നപ്പോ റിപ്പീൽ ചെയ്ത് കളഞ്ഞു, റദ്ദാക്കി കളഞ്ഞു. ഓക്കെ, നമുക്കറിയാലോ നേരത്തെ ഉണ്ടായിരുന്ന നിയമങ്ങൾ, ഇപ്പൊ മലബാർ ആയിരുന്നു, കൊച്ചി, ട്രിവാൻഡ്രം, അപ്പൊ ട്രാവൻകൂർ ഏരിയ, അപ്പൊ ഇവിടെയൊക്കെ നിരവധി മറ്റു നിയമങ്ങളും ഉണ്ടായിരുന്നിരിക്കാം. പല നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്താണല്ലോ നമ്മളെ കേരള ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് ഈ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് നിലവിൽ വരുമ്പോൾ അന്ന് നിലവിലുണ്ടായിരുന്ന ഈ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട
പരിഹരിക്കുന്നതിനുള്ള നിയമങ്ങളെല്ലാം തന്നെ റിപ്പീൽ ചെയ്തു പോയി. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിപ്പീൽസ് എന്ന് പറയുന്നത് എവിടാണ് വരുന്നത്? സാധാരണ ഒരു ആക്ടിന്റെ ഏറ്റവും അവസാനത്തെ സെക്ഷൻസ് ആയിരിക്കും റിപ്പീൽ എന്ന് പറയുന്നത്. ഇവിടെ അവസാനത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഏതാ? സെക്ഷൻ 24 ആണ്. അപ്പൊ എടുത്ത് നോക്കുക, അവിടെ അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ഓപ്ഷനിൽ കാണും. നമ്മൾ ഡയറക്റ്റ് ആൻസർ പിക്ക് ചെയ്യും, ഓപ്ഷനിൽ നിന്ന് ആൻസർ പിക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ടുണ്ട്. അത് സെക്ഷൻ 24 കൊടുത്തിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 24 പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകിച്ച് പറയാം. എന്താണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 24ന്റെ തൊട്ട് മുമ്പ് ഏതാ വരുന്നത്? സെക്ഷൻ 23. ആ സെക്ഷൻ 23ന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മുടെ ഒരു സർവേ ഓഫീസർ, സർവേ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എടുക്കുന്ന ഉത്തമ ബോധ്യത്തോടെ എടുക്കുന്ന ഏത് തീരുമാനവും സർക്കാർ ഈ നിയമത്തിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ പ്രൊവിഷനാണ് സെക്ഷൻ 23 വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. എന്താ? റിപ്പീൽസ് വരുന്നതിന്റെ തൊട്ട് മുകളിലാണ് ഈ സർവേ നിയമത്തിൽ ഇതിന്റെ പ്രൊട്ടക്ഷൻ, അതായത് ഉത്തമ ബോധ്യത്തിൽ എടുക്കുന്ന പ്രവൃത്തികൾക്കുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത് സെക്ഷൻ 23 നിങ്ങളുടെ മനസ്സിൽ വരണം. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് PSC ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഡെഫിനിഷൻസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, ഈ ഡെഫിനിഷൻസ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാം. ആദ്യം നമുക്ക് ലൈസൻസ്ഡ് സർവേയർ ആരാണെന്ന് നോക്കാം. ഓക്കെ, ലൈസൻസ്ഡ് സർവേയർ. നിങ്ങൾക്കറിയാം, ഒരു നിയമത്തിന്റെ എല്ലാ ഡെഫിനിഷൻസും, അതിലുപയോഗിക്കുന്ന ഡെഫിനിഷൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ആ നിയമത്തിന്റെ സെക്ഷൻ 2 ഇത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ലൈസൻസ്ഡ് സർവേയർ ആരാണെന്ന് നോക്കാം. എ പേഴ്സൺ ഡ്യൂലി ലൈസൻസ്ഡ് ബൈ ദി പ്രിസ്ക്രൈബ്ഡ് ഓഫീസർ അണ്ടർ സെക്ഷൻ 17B. അതായത് ഈ സെക്ഷനിലെ 17B എന്ന് പറയുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. ആ 17B പ്രകാരം നിർദ്ദിഷ്ട ലൈസൻസ് ഉള്ള വ്യക്തിയാണ് ലൈസൻസ്ഡ് സർവേയർ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്കറിയാം, 17B പഠിക്കുമ്പോൾ 17B പ്രകാരം ലൈസൻസ് ഉള്ള ഒരു മനുഷ്യനാണ് ലൈസൻസ്ഡ് സർവേയർ. ഇനി അടുത്തത് നമുക്ക് നോക്കാം, രജിസ്റ്റേർഡ് ഹോൾഡർ ആരാണെന്ന് നോക്കാം. ഓക്കെ, രജിസ്റ്റേർഡ് ഹോൾഡർ എന്ന് പറഞ്ഞാൽ the person in whose name the land in question is registered in the government accounts of the village. അതായത് വില്ലേജ് റെക്കോർഡുകളിൽ ആരാണോ ഉടമസ്ഥൻ എന്ന് വിചാരിച്ച് നമ്മൾ ഈ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്, അയാളാണ് രജിസ്റ്റേർഡ് ഹോൾഡർ. ഓക്കെ, അല്ലാതെ ഡോക്യുമെന്റ് ഉള്ള ആളല്ല, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങിയ ആളല്ല, സബ് രജിസ്ട്രാർ ഓഫീസിൽ പേരുള്ള ആളല്ല, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വില്ലേജ് റെക്കോർഡുകളിൽ ആരുടെയാണോ പേരുള്ളത് അയാളാണ് രജിസ്റ്റേർഡ് ഹോൾഡർ. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ഡെഫിനിഷനിലേക്ക് പോവാം. സർവേ മാർക്ക്. ഓക്കെ, സർവേ മാർക്ക്. സർവേ മാർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അയൽവാസിയുടെയും ഭൂമി 2 ഭൂമി ഉണ്ടല്ലോ, അപ്പുറവും അതിന്റെ അതിര് നിർണ്ണയിക്കാൻ വേണ്ടി നമ്മൾ കുഴിച്ചിരുന്ന കല്ലില്ലേ, അത് തന്നെയാണ് സർവേ മാർക്ക്. അപ്പൊ എനി മാർക്ക് ഓർ ഒബ്ജക്ട് എറക്റ്റഡ്, മെയ്ഡ്, എംപ്ലോയിഡ് ഓർ സ്പെസിഫൈഡ് ബൈ എ സർവേ ഓഫീസർ ടു ഇൻഡിക്കേറ്റ് ഓർ ഡിറ്റർമിൻ or assist in determining the position or level of any point or points. സർവേ ഓഫീസർ അളന്നതിന് ശേഷം അതിർത്തി നിർണയത്തിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അളവുകൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടി മാറിപ്പോവാതെ ഉപയോഗിക്കുന്ന മാർക്കുകളെയാണ് നമ്മൾ സർവേ മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് സർവേ മാർക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് സർവേ ഓഫീസർ. സർവേ ഓഫീസർ ആരാണെന്നാണ്. എനി ഓഫീസർ അപ്പോയിന്റഡ് ബൈ ദ ഗവൺമെന്റ് ആസ് സർവേ ഓഫീസർ അണ്ടർ സെക്ഷൻ 3. ഈ നിയമത്തിലെ സെക്ഷൻ 3 പ്രകാരം ഗവൺമെന്റ് ഒരു ഭൂമി സർവേ ചെയ്യുന്നതിന് വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു ഓഫീസർ ആയിരിക്കും സർവേ ഓഫീസർ. ഓക്കെ, ഇത്രയാണ്, ഇത് മതി. ഇത്രയാണ് സാധാരണ ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് PSC ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡെഫിനിഷൻസ്. ഇത് തന്നെ മതി. ഇതിൽ നിന്നൊരു ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് തന്നെ ചോദിക്കുള്ളൂ, കൂടുതലൊന്നും ചോദിക്കത്തില്ല. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഭൂമി സർവേ ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, ഭൂമി സർവേ ചെയ്യുന്നതിന് ഉത്തരവ് എടുക്കുന്നതിനുള്ള അധികാരം ഗവൺമെന്റിനാണ്. 3 ടൈപ്പ് സർവേക്കാണ് ഗവൺമെന്റ് ഉത്തരവ് കൊടുക്കുന്നത്. അപ്പോൾ സർവേ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളും നിങ്ങളുടെ അയൽവാസിയും തമ്മിലുള്ള ഭൂമി തർക്കം, അപ്പൊ അത് അളക്കാൻ വേണ്ടിയുള്ള സർവേ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് സർവേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളിന് ഭൂമി എടുക്കുക, അല്ലെങ്കിൽ NHന് ഭൂമി എടുക്കുക, അല്ലെങ്കിൽ വയനാട് പുനരധിവാസത്തിന് ഭൂമി എടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സർവേ. അല്ലെങ്കിൽ ഇപ്പൊ റീസർവേ, ഇപ്പൊ നമ്മുടെ ഡിജിറ്റൽ സർവേ, ഇപ്പം എന്റെ ഭൂമി
നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനെല്ലാമുള്ള സർവേക്കുള്ള ഉത്തരവാണ് സർക്കാർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഉത്തരവ് കൊടുക്കുന്നത് സെക്ഷൻ 4 പ്രകാരമാണ്. അപ്പൊ നമ്മുടെ അതിരടയാള നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരമാണ് ഇത്തരത്തിലുള്ള ഏത് ഭൂമിയും സർവേ ചെയ്യുന്നതിന് സർക്കാർ ഉത്തരവിടുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരം ഭൂമികൾ സർവേ ചെയ്യുന്നതിന് സർവേയർ അപ്പോയിന്റ് ചെയ്യുന്നത് സർക്കാരാണ്. അത് ഏത് പ്രകാരമാണ്? സർവേ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത്. സർവേ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നത് സെക്ഷൻ 3 പ്രകാരമാണ്. ഓക്കെ, അപ്പോ ഡെഫിനിഷൻസ് സെക്ഷൻ 2 പറയുന്നു, സെക്ഷൻ 3 സർവേ ഓഫീസർ അപ്പോയിന്റ് ചെയ്യുന്നു. സെക്ഷൻ 4 പ്രകാരം സർവേ ചെയ്യാനുള്ള ഏത് ഭൂമിയും സർവേ ചെയ്യാനുള്ള ഉത്തരവ് സർക്കാർ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി സെക്ഷൻ 4 ദ പവർ ഓഫ് ദി ഗവൺമെന്റ് ടു ഡയറക്ട് ദ സർവേ ഓഫ് എനി ലാൻഡ് ഓർ എനി ബൗണ്ടറി ഓഫ് എനി ലാൻഡ്. ഓക്കെ, അതാണ് ഏത് ഭൂമി സർവേ ചെയ്യാനും സെക്ഷൻ 4 പ്രകാരം സർക്കാർ ഉത്തരവിടും. ഇനി അത് ഈ അളക്കുന്ന ഭൂമി LSGDയുടെ ആണെങ്കിൽ, അതായത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിന്റെ ഭൂമിയാണ്, പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷന്റെയോ ബ്ലോക്കിന്റെയോ ഒക്കെ ഭൂമിയാണെങ്കിൽ അത് സെക്ഷൻ 4A പ്രകാരമാണ്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സെക്ഷൻ 4A പ്രകാരമാണ് സർക്കാർ ജിയോ ഇറക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു തരത്തിൽ വേറെ കുറച്ച് ഭൂമിയും കൂടെ അളക്കാൻ സെക്ഷൻ 5 പ്രകാരം ഗവൺമെന്റ് ഉത്തരവിടാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ സീ ഇറോഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ ഇത് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലമാണ് അല്ലെ. അപ്പൊ അല്ലെങ്കിൽ ഇപ്പം കടൽക്കരയിൽ താമസിക്കുന്ന ഒരാളുടെ ഭൂമി കടലെടുത്തു. ഓക്കെ, സ്വാഭാവികം. അല്ലെങ്കിൽ പെരിയാറിൽ വെള്ളം പൊങ്ങി, അത് കഴിഞ്ഞു പോയപ്പം കുറെയൊക്കെ കരയൊക്കെ ഇടിഞ്ഞു പോയി, അവരുടെ കയ്യിലുള്ള ഭൂമിയുടെ ഇത് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെയുള്ള കേസുകളിൽ, അതായത് സർവേ ഓഫ് ലാൻഡ് ഹിറ്റ് ബൈ സീ ഇറോഷൻ ഓർ ദ ആക്ഷൻ ഓഫ് ദ റിവർ, അങ്ങനെ വരുവാണെങ്കിൽ അത് സെക്ഷൻ 5 പ്രകാരമാണ് സർക്കാർ ആ ഭൂമി സർവേ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഉത്തരവിടുന്നത്. അപ്പം 3 സെക്ഷൻസ് പ്രകാരമാണ്. സെക്ഷൻ 4 നോർമലി ഭൂമി ഏറ്റെടുക്കുന്നതിനും റീസർവേ ചെയ്യുന്നതിനൊക്കെ ഉള്ള ഉത്തരവിടുന്നത് സർക്കാരാണ്. അത് സെക്ഷൻ 4 പ്രകാരം. LSGDയുടെ ഭൂമിയാണെങ്കിൽ അത് സെക്ഷൻ 4A പ്രകാരം. ഇനി അഥവാ സർവേ ഓഫ് ലാൻഡ് ഹിറ്റ് ബൈ സീ ഇറോഷൻ ഓർ ആക്ഷൻ ഓഫ് ദ റിവർ ആണെങ്കിൽ സെക്ഷൻ 5 പ്രകാരം. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെച്ചിരുന്നാൽ മതി. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ട് എന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി. അപ്പൊ എവിടെയൊക്കെ ഇത് വരും എന്ന് നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിരുന്നാൽ മതി. ഓക്കെ, അപ്പോ ഇനി ഇപ്പൊ നമ്മൾ ഈ പ്രകാരം സർക്കാർ ഉത്തരവിട്ടു. അപ്പം ഇനി നമ്മൾ അളന്നു. ഓക്കെ, ഭൂമി അളന്നു, അതിർത്തി നിർണയിച്ചു. ഇനി കല്ലിടണ്ടേ? സർവേ മാർക്സ് ഇടണമല്ലോ. അപ്പൊ സർവേ മാർക്സ് എന്താണ്? നിങ്ങൾ കണ്ടിട്ടുള്ള സർവേ മാർക്സ് എന്താണ്? നമ്മുടെ അയൽവാസിയുടെയും അതിരിൽ ഇട്ടിരിക്കുന്നത് ഒരു കല്ലാണ്, ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പൊ വഴി കിടക്കുന്ന എല്ലാ കല്ലുകളും എടുത്ത് നമുക്ക് അതിരാക്കാൻ പറ്റില്ല, അതിരുകല്ലാക്കാൻ പറ്റില്ല. അതിന് കുറെ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ അയൽവാസിയുടെയും അതിരിലിടുന്ന കല്ലല്ല ഒരു വില്ലേജിന്റെയും മറ്റൊരു വില്ലേജിന്റെയും ബൗണ്ടറിയിൽ ഇടുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഖണ്ഡം ബൗണ്ടറി വരികയാണ്. അപ്പൊ ഒരു ഖണ്ഡം ബൗണ്ടറിയിൽ ഇടുന്ന കല്ലിനും വ്യത്യാസമുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് സെക്ഷൻ റൂളിലെ സെക്ഷൻ റൂൾ 3ലും റൂൾ 4ലുമായിട്ട് സിമ്പിൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന 2 റൂളുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. ഓക്കെ, അപ്പോ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു ഫീൽഡ് സ്റ്റോൺ. ഓക്കെ, ഒരു ഫീൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ആയിരിക്കും. നല്ല ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റ് സ്റ്റോൺ ആയിരിക്കും. അത് നല്ല ചതുരത്തിൽ കട്ട് ചെയ്തതായിരിക്കും. ഇതിന്റെ ഡയമെൻഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 60 15 50, 60 15 15. ഓക്കെ, ഇതാണ് അതിന്റെ ഡയമെൻഷൻസ്. അപ്പം 60 സെന്റിമീറ്റർ പൊക്കം, പിന്നെ 15 സെന്റിമീറ്റർ നീളം, 15 സെന്റിമീറ്റർ വീതി, അങ്ങനെയുള്ള ഒരു സ്ക്വയർ കോളമാണ് ഈ ഫീൽഡ് സ്റ്റോൺ. ഇതിന്റെ ഒരു സൈഡില് ഒരു കോക്കനട്ട് ട്രീ, ഒരു തെങ്ങിന്റെ അടയാളം 1 സെന്റിമീറ്റർ ഡീപ്പിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, മിനിമം 1 സെന്റിമീറ്റർ ഡീപ്പിൽ ഒരു സൈഡിൽ ഈ ചതുരക്കോളം ഇല്ലേ, അതിന്റെ ഒരു സൈഡിൽ കൊത്തി വെച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഫീൽഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഈ സ്റ്റോൺ ആണ് നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫീൽഡ് സ്റ്റോൺ. ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ആയിരിക്കും. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ഓഫ് ഡ്യൂറബിൾ ക്വാളിറ്റി ആയിരിക്കും, റഫ്ലി സ്ക്വയർഡ് ആയിരിക്കും. അപ്രോക്സിമേറ്റ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 60 15 15 ആയിരിക്കും. ഓക്കെ, ഒരു സൈഡിൽ ഒരു കോക്കനട്ട് ട്രീ ഉണ്ടായിരിക്കും. ഇതാണ് ഫീൽഡ് സ്റ്റോൺ. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു
നമ്മൾ തിയോഡോലൈറ്റ് പണ്ട് നമ്മൾ ചെയിൻ സർവേ ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് നമ്മൾ തിയോഡോലൈറ്റ് വെച്ച് സർവേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ തിയോഡോലൈറ്റ് വെച്ച് സർവേ എടുക്കുന്ന സ്ഥലമുണ്ട്, അതായത് ഒരു സ്റ്റേഷൻ, അതിനെയാണ് നമ്മൾ തിയോഡോലൈറ്റ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ തിയോഡോലൈറ്റ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ അളവെടുക്കാൻ വേണ്ടി സ്ഥാപിക്കുന്ന ഒരു സ്ഥലം, അവിടെയാണ് തിയോഡോലൈറ്റ് സ്റ്റേഷൻ. ആ തിയോഡോലൈറ്റ് സ്റ്റേഷൻ നമുക്ക് പിന്നീട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ തിയോഡോലൈറ്റ് സ്റ്റേഷനിൽ വെക്കുന്ന ഫീൽഡ് സ്റ്റോൺ അത് ഡിഫറെന്റ് ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞ നോർമൽ ഫീൽഡ് സ്റ്റോൺ അല്ല. അപ്പൊ ആ തിയോഡോലൈറ്റ് സ്റ്റേഷനിൽ വെക്കുന്ന സ്റ്റോണിനെയാണ് നമ്മൾ തിയോഡോലൈറ്റ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഈ ശരിക്കുള്ള ഇത് തന്നെയാണ്, പക്ഷെ അതിലൊരു സിമ്പൽ കൂടെ കൂടും. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഗ്രാനൈറ്റ് സ്റ്റോൺ ഓഫ് ഡ്യൂറബിൾ ക്വാളിറ്റി, നേരത്തെ ഉള്ള ഫീൽഡ് സ്റ്റോണിന്റെ സെയിം, റഫ്ലി സ്ക്വയർഡ് നേരത്തെ ഉള്ളതുപോലെ സെയിം, വിത്ത് അപ്രോക്സിമേറ്റ് ഡയമെൻഷൻ 60, 15, 15 കണക്ക് കറക്റ്റ് ആണ്. അത് മറ്റതുപോലെ തന്നെയാണ്. ഒരു സൈഡിൽ ഒരു തെങ്ങ് കൊത്തിവെക്കുന്നു, സെയിം ഫീൽഡ് സ്റ്റോണിന്റെ സെയിം ആണ്. പക്ഷേ ഈ തിയോഡോലൈറ്റ് സ്റ്റോൺ ആവുമ്പോൾ അതിന്റെ മുകളിൽ നമ്മൾ കാണുന്ന ഭാഗമില്ലേ, നമ്മൾ ചിലപ്പോൾ സർവേ കല്ലിന്റെ പുറത്ത് കയറി ഇരിക്കുന്ന ഒരു ഭാഗമില്ലേ, ആ ഭാഗത്ത് സെന്ററിലായിട്ട് ഒരു പ്ലമറ്റ് ഹോൾ ഉണ്ടാവും. പ്ലമറ്റ് ഹോൾ എന്ന് പറഞ്ഞാൽ PLUMMET പ്ലമറ്റ്, അതാണ് പ്ലമറ്റ് എന്നാണ് പറയുന്നത്, പ്ലൂമറ്റ് എന്നല്ല, പ്ലമറ്റ് ഹോൾ. ഇത് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ആണി വെച്ചൊരു ഹോൾ ഇടും, അത് 1 സെന്റിമീറ്റർ ഡീപ്പിൽ മുകളിലുണ്ടാവും. ഇതിനെയാണ് നമ്മൾ പ്ലമറ്റ് ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫീൽഡ് സ്റ്റോണിന്റെ ഒരു മുകളിൽ ഒരു പ്ലമറ്റ് ഹോൾ ഇട്ടാൽ എന്താവും, അത് തിയോഡോലൈറ്റ് സ്റ്റോൺ ആവും. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഈ തിയോഡോലൈറ്റ് സ്റ്റോണ് നമ്മളൊരു വില്ലേജിന്റെ ട്രൈ ജംഗ്ഷൻ എന്നും 3 വില്ലേജുകൾ ചേരുന്ന ഒരു ജംഗ്ഷനിലാണ് ഈ തിയോഡോലൈറ്റ് സ്റ്റോൺ ഇട്ടിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, നമ്മളൊന്നും ചെയ്യില്ല. ഈ തിയോഡോലൈറ്റ് സ്റ്റോണിന്റെ മുകളിൽ ഈ പ്ലമറ്റ് ഹോളില്ലേ, ഈ പ്ലമറ്റ് ഹോളിന്റെ എൻസർക്കിൾ ചെയ്തുകൊണ്ട് അതിനെ ചുറ്റും ഒരു ട്രയാങ്കിൾ കൂടെ വരച്ചു വെക്കും, കൊത്തിവെക്കും. മീൻസ് 1 cm ഡീപ്പിൽ കൊത്തിവെക്കും. അപ്പൊ അതെന്താവും, തിയോഡോലൈറ്റ് സ്റ്റോൺ അറ്റ് എ വില്ലേജ് ട്രൈ ജംഗ്ഷൻ ആവും. ഓക്കെ, ഇനി നമ്മളൊരു വില്ലേജ് ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 2 വില്ലേജ്, അപ്പുറം ഒരു വില്ലേജ് ഇപ്പുറം ഒരു വില്ലേജ്, അതിന്റെ ബൗണ്ടറിയിൽ ഇട്ടിരിക്കുന്ന തിയോഡോലൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ അവിടെ നമ്മൾ എന്താ പറയുന്നത്, 3 ആണെങ്കിൽ വില്ലേജ് ട്രൈ ജംഗ്ഷൻ ആണെങ്കിൽ ട്രയാങ്കിൾ ആയിരിക്കും കൊത്തുന്നത്. ഇവിടെ ട്രയാങ്കിൾ ഇല്ല, പകരം വില്ലേജിന്റെ സൈഡിൽ, ഓരോ വില്ലേജിന്റെ സൈഡിലും 2 എന്താ പറയുക പാരലൽ ലൈൻ കൊത്തിവെക്കും. 1 cm ഡീപ്പാണ് എല്ലാം. 1 cm ഡീപ്പിലുള്ള 2 പാരലൽ ലൈൻ ആയിരിക്കും ഈ പ്ലമറ്റ് ഹോളിന്റെ അപ്പുറവും ഇപ്പുറവും കൂടെ കൊത്തിവെക്കുന്നത്. ഓക്കെ, അതാണ് തിയോഡോലൈറ്റ് സ്റ്റോൺ അറ്റ് വില്ലേജ് ബൗണ്ടറി. ഓക്കെ, ഇനി നമ്മളൊരു ഖണ്ഡം ബൗണ്ടറി എടുക്കുക. ഖണ്ഡം ബൗണ്ടറിയിലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഖണ്ഡം ബൗണ്ടറി നിങ്ങൾക്ക് അറിയാമല്ലോ, 2 ഖണ്ഡങ്ങൾ തമ്മിലുള്ള ഇടയിൽ വരുന്ന 2 ഖണ്ഡത്തിൽ അതിന്റെ ബൗണ്ടറിയിൽ ഇടുന്ന കല്ലാണ് ഖണ്ഡം ബൗണ്ടറിയിൽ ഇടുന്ന കല്ല്. അപ്പൊ ഖണ്ഡം ബൗണ്ടറിയിൽ ഇടുന്ന തിയോഡോലൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ അതിന്റെ ചുറ്റും, ഈ പ്ലമറ്റ് ഹോളിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, ഒരു സർക്കിൾ ആയിരിക്കും കൊത്തിവെക്കുന്നത്. ഓക്കെ, പിടിയിട്ടില്ലേ? ഒന്നുകൂടെ പറയാം. അതായത് ഒരു ഫീൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു റഫ്ലി സ്ക്വയർ ആയിട്ടുള്ള ഒരു നല്ല ഡ്യൂറബിൾ ക്വാളിറ്റിയിലുള്ള ഒരു ഗ്രാനൈറ്റ് സ്റ്റോൺ ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 60, 15, 15 എല്ലാ സെന്റിമീറ്റർ ആയിരിക്കും. 60, 15, 15 ഡയമെൻഷനിലുള്ള ഒരു കല്ല്, അതിന്റെ ഒരു സൈഡിൽ ഒരു കോക്കനട്ട് ട്രീ കൊത്തിവെക്കും. ഓക്കെ, ഇതാണ് ഫീൽഡ് സ്റ്റോൺ. ഈ ഫീൽഡ് സ്റ്റോണിന്റെ മുകളിൽ അവിടെ ഒരു പ്ലമറ്റ് ഹോൾ ഇട്ടാൽ, 1 cm ഡീപ്പിലുള്ള ഒരു പ്ലമറ്റ് ഹോൾ ഇട്ടാൽ അതിനെ നമ്മൾ പറയും തിയോഡോലൈറ്റ് സ്റ്റോൺ. ഓക്കെ, ഈ തിയോഡോലൈറ്റ് സ്റ്റോൺ ഒരു വില്ലേജ് ട്രൈ ജംഗ്ഷനിലാണ് വരുന്നതെങ്കിൽ ഈ പ്ലമറ്റ് ഹോളിന് ചുറ്റും ഒരു ട്രയാങ്കിൾ കൂടെ കൊത്തിവെക്കും. ഓക്കെ, എന്നാൽ 2 വില്ലേജിന്റെ ബൗണ്ടറിയിലാണ് വരുന്നതെങ്കിൽ ഈ പ്ലമറ്റ് ഹോളിന്റെ 2 സൈഡിലും ഓരോ പാരലൽ ലൈൻ നമ്മൾ ഇടും. ഓക്കെ, ഇനി ഈ തിയോഡോലൈറ്റ് സ്റ്റോൺ ഇടുന്നത് ഒരു ഖണ്ഡം ബൗണ്ടറിയിലാണെങ്കിൽ പ്ലമറ്റ് ഹോളിന് ചുറ്റും നമ്മൾ എന്താ പറയാ, ഒരു സർക്കിൾ വരച്ചു വെക്കും, കൊത്തിവെക്കും. ഓക്കെ, ഇതാണ് സർവേ മാർക്ക്. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. റൂൾ 4 സിമ്പിൾ ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്ന റൂൾ ഉണ്ട്, അവിടെ നോക്കിയാൽ മതി, ഇതെല്ലാം കിട്ടും. ഓക്കെ, ഇതെല്ലാം നമ്മൾ എന്താ ചെയ്യുക, ഇതെല്ലാം നമ്മൾ സാധാരണ സർവേ മാർക്സുകൾ കുഴിച്ചിടാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ റോക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യമുണ്ട്, ഇനി ചില സ്ഥലങ്ങളുണ്ട്, എന്താ, അത് വെള്ളത്തിന്റെ അടിയിലായിരിക്കും അല്ലെങ്കിൽ ചതുപ്പായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഇടുന്ന തിയോഡോലൈറ്റ് സ്റ്റോണിന്റെ കണക്ക് വ്യത്യാസമാണ്. ഓക്കെ, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു 150, മാക്സിമം 250 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 2.5 മീറ്റർ പൊക്കമുള്ള കല്ലായിരിക്കും തിയോഡോലൈറ്റ് സ്റ്റോൺ ആണേ. അത് ലോ ലൈയിങ് ലാൻഡ്, അതായത് ചതുപ്പിലിടുന്നത്. അതുപോലെ തന്നെ 20 സെന്റിമീറ്റർ ഉണ്ട്. നേരത്തെ 60, 15, 15 ആണ്. ഇവിടെ അതല്ല, ഇവിടെ 2.5 മീറ്ററും 20 സെന്റിമീറ്ററും
അതായിരിക്കും അതിന്റെ കണക്ക്. 20 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ ഇൻറ്റു 250 സെന്റിമീറ്റർ ഒക്കെ 2.5 മീറ്റർ പൊക്കമുള്ള കല്ലായിരിക്കും ഇരുന്നത്. ഫീൽഡ് സ്റ്റോൺ ആണെങ്കിൽ നമ്മൾ 2 മീറ്റർ ഉള്ളതായിരിക്കും. അതിന്റെ മറ്റ് ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ 15 ആയിരിക്കും. 15 സെന്റിമീറ്റർ. കൺഫ്യൂഷൻ ആവണ്ട. നിങ്ങൾ നേരെ പോയി റൂള് ഞാൻ നേരത്തെ പറഞ്ഞ റൂള് നോക്കിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത്, ഇനിയിപ്പം നമ്മൾ ചതുപ്പിലിട്ടു, ഇനിയിപ്പം നമ്മളൊരു ഒരു കുളത്തിലാണോ അല്ലെങ്കിൽ ഒരു കായലിലാണ് ഇടേണ്ടതെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വാട്ടർ ലെവൽ കൂടുതലുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് കോക്കനട്ട് സ്റ്റെം ആണ് ഉപയോഗിക്കുന്നത്, അതായത് തെങ്ങിന്റെ തടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നമ്മൾ ടാറ് കൊണ്ട് കോക്കനട്ടിന്റെ ഇത് വരച്ചു വയ്ക്കും. ഓക്കെ, അതുപോലെ തന്നെ മിനിമം 1 മീറ്റർ എങ്കിലും നമ്മൾ ഇവിടെ ഇപ്പം കായലിലാണ് ഇടുന്നതെങ്കിൽ 1 മീറ്ററോളം കുഴി എടുത്ത് താഴ്ത്തി വയ്ക്കും. അതുപോലെ തന്നെ ഹൈ വാട്ടർ ലെവലുണ്ട്, അതായത് മാക്സിമം വെള്ളം ഈ കായലിൽ പൊങ്ങുമല്ലോ, അതാണ് ഹൈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ 50 സെന്റിമീറ്റർ എങ്കിലും ഉയരത്തിലായിരിക്കും നമ്മൾ ഈ തെങ്ങിന്റെ തടി നിർത്തിവെക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ആഴമുള്ള സ്ഥലങ്ങളിൽ നിർത്തുന്ന സർവേ മാർക്സ് എന്ന് പറയുന്നത്, ബാക്ക് വാട്ടേഴ്സ്. അതുപോലെ തന്നെ ലോ ലൈയിങ് ലാൻഡിലാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ലോ ലൈയിങ് ലാൻഡിൽ നമ്മൾ തെങ്ങിൻ തടി നിർത്തൂല, പകരം നമ്മൾ പൊക്കമുള്ള കരിങ്കല്ലായിരിക്കും നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് അവിടെ നോക്കിയാൽ മതി. പിന്നെ തെങ്ങിന്റെ തടിയിൽ എന്തിനാണ് തെങ്ങിന്റെ പടം വരച്ചു വെക്കുന്നതെന്ന് ചോദിക്കരുത്. അത് ശരിക്കും നമ്മുടെ സർവേ മാർക്കാണ്. സർവേ മാർക്കിന്റെ ഒരു സിമ്പലാണ് തെങ്ങിന്റെ തടി. അതുകൊണ്ടാണ് തെങ്ങിന്റെ തടിയല്ല, തെങ്ങിന്റെ പടം. അതുകൊണ്ടാണ് തെങ്ങിന്റെ തടിയിൽ പോലും നമ്മൾ ടാറ് കൊണ്ട് തെങ്ങിന്റെ പടം കൊത്തിവെക്കുന്നത്, മീൻസ് വരച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് LRM എന്താണെന്ന് നോക്കാം. അടുത്ത ടോപ്പിക്ക് LRM. ഓക്കെ, LRM എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ് ആണ് LRM. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് LRM എന്താന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ LRM എന്ന് പറഞ്ഞാൽ ലാൻഡ് റെക്കോർഡ് മെയിൻ്റനൻസ്. ഓക്കെ, അതാണ് LRM. ഇനി നമുക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മുടെ സർവേ മാർക്സ്, നമ്മൾ നേരത്തെ ഇട്ടുള്ള കല്ലുകൾ, അത് എപ്പോഴൊക്കെയാണ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഓക്കെ, 3-4 സാഹചര്യങ്ങളിലാണ് നമ്മൾ സർവേ മാർക്സ് റിപ്പയർ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ കല്ലുകൾ കുഴിച്ചിടുമല്ലോ, അപ്പൊ കുഴിച്ചിടുമ്പം അതിന്റെ 2/3 ഭാഗം നമ്മൾ മണ്ണിന്റെ അടിയിൽ പോകണം, 1/3 ഭാഗമേ മുകളിൽ കാണാവൂ. അപ്പോൾ വെൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ദി ഗ്രൗണ്ട് ഓർ ഇറ്റ് ഈസ് ബറീഡ് ലെസ് ദാൻ 2/3 ആണെങ്കിൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അണ്ടർ ദ സർഫസ് ഓഫ് ദ ഗ്രൗണ്ട്, അതായത് ഫുള്ള് മൂടിപ്പോയി, ഒരു മഴയോ അല്ലെങ്കിൽ മണ്ണൊലിപ്പോ വന്നിട്ട് ഇത് ഫുള്ള് മൂടിപ്പോയാലും നമ്മൾ ഇതിനെ റിപ്പയർ ചെയ്യണം. വെൻ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ഇറ്റ്സ് കറക്റ്റ് പൊസിഷൻ, അതായത് പൊസിഷൻ മാറിയിരിക്കുന്നു. ഒരാള് സർവേ മാർക്ക് ഇട്ടിട്ട് പോയി, അത് കഴിഞ്ഞിട്ട് ഇയാൾ കുഴിച്ച് അപ്പുറത്തോട്ട് മാറ്റിയിട്ടു. അപ്പൊ അത് പിന്നീട് നമ്മളെ ശ്രദ്ധപ്പെടുകയാണെങ്കിലും അതിനെ നമ്മൾ റിപ്പയർ ചെയ്ത് കറക്റ്റ് പൊസിഷനിലേക്ക് വെക്കണം. അല്ലെങ്കിൽ വെൻ ഇറ്റ് ഈസ് കവേർഡ് വിത്ത് വെജിറ്റേഷൻ, അതായത് കാടും പടപ്പൊക്കെ മൂടി കിടക്കുവാണെങ്കിലും നമ്മൾ സർവേ മാർക്സിനെ നമ്മൾ എന്ത് ചെയ്യണം? റിപ്പയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇത് പറയുന്നത് റൂള് 9-ലാണ്, റൂള് 9. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ സർവേ മാർക്സ്, അതായത് നമ്മുടെ അതിരുകല്ലുകൾ റിപ്പയർ ചെയ്യേണ്ടത്? സർവേ ഓഫീസറാണ്. പക്ഷേ ഇത് ശരിക്കും വില്ലേജ് സ്റ്റാഫുകളുടെ ഡ്യൂട്ടി ആയിട്ടും നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട്. അതായത് ഇത്തരം ഇത് പരിശോധിച്ച് നമ്മൾ സർവേ ഓഫീസർക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം വില്ലേജ് സ്റ്റാഫുകൾക്കുണ്ട്. അതായത് അത് സെക്ഷൻ 17-ലാണ് അത് പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി അടുത്ത് ഈ സർവേ മാർക്സുകളുടെ റിന്യൂവലും റിപ്പയറും ഒക്കെ രജിസ്റ്റേർഡ് ഹോൾഡറിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഒരു ഗവൺമെന്റ് ലാൻഡിന്റെ തൊട്ടടുത്ത് ഒരു പ്രൈവറ്റ് ലാൻഡ് കിടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ അതിരിൽ കിടക്കുന്ന സർവേ മാർക്സിന്റെ മെയിൻ്റനൻസ് ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം രജിസ്റ്റേർഡ് ഹോൾഡറാണ്, ആ പ്രൈവറ്റ് പാർട്ടിക്കാണ്, അല്ല സർക്കാരിനല്ല. ഓക്കെ, അപ്പോൾ അത് പറയുന്നത് സെക്ഷൻ 15-ആണ്, അല്ലെങ്കിൽ റൂള് 12.
അപ്പൊ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പൊ അത് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അത് ജസ്റ്റ് ചോദിക്കും. അതായത് പുറമ്പോക്കിനോട് ചേർന്ന് കിടക്കുന്ന വസ്തുവിന്റെ അതിരുകല്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആര്? ഗവൺമെന്റ്, വില്ലേജ് ഓഫീസർ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അതല്ല, അയാളാണ് രജിസ്റ്റേർഡ് ഹോൾഡർ ആണ്. നമുക്കറിയാം ഹു ഈസ് ദ രജിസ്റ്റേർഡ് ഹോൾഡർ. രജിസ്റ്റേർഡ് ഹോൾഡർ ആരാണ്? ഡെഫിനിഷനിൽ നമ്മൾ പഠിച്ചു. വില്ലേജ് റെക്കോർഡുകളിൽ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണെന്നാണോ നമ്മൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്, അയാളാണ് രജിസ്റ്റേർഡ് ഹോൾഡർ. ഓക്കെ, അപ്പൊ അയാളുടെ ഉത്തരവാദിത്തമാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇതിനു വേണ്ടി കക്ഷിക്ക്, അതായത് നിങ്ങൾ ആ സർവേ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കക്ഷിക്ക് നോട്ടീസ് കൊടുക്കുന്നത് തഹസിൽദാരാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ബൗണ്ടറി ഉണ്ടല്ലോ, ഇപ്പൊ തമിഴ്നാട് കേരള ബൗണ്ടറി ഉണ്ട്. അപ്പൊ അതിൽ നമ്മൾ പീരിയോഡിക്കലായിട്ട് നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും. ഓക്കെ, അപ്പോൾ ഇതിന്റെ കല്ലുകളൊക്കെ ശരിയാണോ, സർവേ മാർക്സുകളൊക്കെ യഥാസ്ഥാനത്തുണ്ടോ, ഇതൊക്കെ നോക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ സ്റ്റേറ്റ് ബൗണ്ടറി ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ DFO ആണ് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. ഓക്കെ, ആ ബന്ധപ്പെട്ട ആ ഏരിയയിലെ DFO ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തിയിട്ട് റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും. ഇനി ഇത് ഫോറസ്റ്റ് ഒഴികെയുള്ള സ്ഥലത്താണ് നടത്തുന്നതെങ്കിൽ തഹസിൽദാരായിരിക്കും ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്നത്. അത് തഹസിൽദാരെ ഓതറൈസ് ചെയ്യുന്നത് ജില്ലാ കളക്ടർ ആയിരിക്കും. അപ്പൊ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തുന്ന തഹസിൽദാരാണ്. എന്നിട്ട് റിപ്പോർട്ട് ആർക്ക് കൊടുക്കും? എന്നിട്ട് റിപ്പോർട്ട് കളക്ടർക്ക് കൊടുക്കും. ഇനി സെൻട്രൽ ഗവൺമെന്റിന്റെ ഭൂമിയാണെന്ന് നോക്കൂ. സെൻട്രൽ ഗവൺമെന്റിന്റെ ഭൂമിയിലാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസും അതുപോലെ തന്നെ ജില്ലാ കളക്ടറോ അല്ലെങ്കിൽ അദ്ദേഹം നിയോഗിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ ചേർന്നിട്ട് സർവേ എല്ലാം കറക്റ്റ് ആണോ എന്ന് പറഞ്ഞിട്ടുള്ള ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തും. ഓക്കെ, അപ്പൊ ഫോറസ്റ്റ് ആണെങ്കിൽ DFO, അല്ലാത്ത സ്ഥലങ്ങളിൽ തഹസിൽദാർ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭൂമിയാണെങ്കിൽ കളക്ടറോ അദ്ദേഹം നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥനോ ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇനി നമ്മളിങ്ങനെ സർവേ ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ സർവേ ചെയ്യുമ്പോൾ നമുക്ക് സബ് ഡിവിഷൻ വേണ്ടി വരും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ 10 സെന്റ് ഭൂമിയുണ്ട്, അത് നിങ്ങളുടെ സഹോദരിക്ക് ഒരു 5 സെന്റ് ഭൂമി എഴുതി കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് 10 സെന്റ് ഭൂമിയെ നമുക്കൊന്ന് സബ് ഡിവിഷൻ ചെയ്യേണ്ടി വരും. ഇങ്ങനെ സബ് ഡിവിഷൻ ചെയ്യുന്ന കേസുകൾ ഏത് റൂളാണ് എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് റൂൾ 23 റൂള് 23. അതുപോലെ തന്നെ സെക്ഷൻ 23 ഉണ്ട്. റൂൾ എന്ന് പറഞ്ഞാൽ റൂളിൽ വരുന്നതാണ് റൂൾ 23. സെക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ടിൽ വരുന്നതാണ് സെക്ഷൻ. അപ്പൊ സെക്ഷൻ 23 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം എന്താണ്. ഗുഡ് ഫെയ്ത്തിൽ നമ്മൾ എടുക്കുന്ന ആക്ഷൻസിന് കൊടുക്കുന്ന പ്രൊട്ടക്ഷൻ ആണ് എവിടെ സെക്ഷൻ 23 പ്രതിപാദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഭൂമി സർവേ ചെയ്യുന്നതുമായിട്ട് ചില കാര്യങ്ങൾ നോക്കാം. അതായത് ഒരു രജിസ്റ്റേർഡ് ഹോൾഡർ അയാളുടെ ഭൂമി സർവേ ചെയ്ത്, ഇപ്പം എന്റെ ഭൂമി തന്നെ നോക്കൂ, എന്റെ ഭൂമിയിൽ കുറച്ച് ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പം അല്ലെങ്കിൽ അയൽവാസി വേണ്ടി ഞാനൊരു തർക്കമുണ്ട്. അപ്പോൾ ആ ഭൂമി എനിക്ക് സർവേ ചെയ്ത് കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊടുക്കേണ്ടത് ആർക്കാണ്? ഞാൻ അപേക്ഷ കൊടുക്കേണ്ടത് ആ ഏരിയയിലെ തഹസിൽദാർക്കാണ്. ഓക്കെ, അപ്പൊ അപേക്ഷ കൊടുത്താൽ എന്ത് ചെയ്യും? അപേക്ഷ താലൂക്ക് സർവേയറെ കൊണ്ട് ഭൂമി സർവേ ചെയ്ത് ആ പരാതി തീർപ്പാക്കും. ആര് തീർപ്പാക്കും? തഹസിൽദാർ തീർപ്പാക്കും. അപ്പൊ അതിനെതിരെ എനിക്ക് അപ്പീൽ ഉണ്ടെങ്കിൽ ഞാൻ ആർക്ക് കൊടുക്കും? അപ്പീൽ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കേണ്ടത് സർവേ സൂപ്രണ്ടിനാണ് ഇതിനെതിരെ അപ്പീൽ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതുപോലെ സർവേ ചെയ്യുമ്പോൾ ഭൂമിയിൽ വ്യത്യാസം വരാം, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരാം. അപ്പോൾ അങ്ങനെ മുൻകാലങ്ങളിൽ നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സർവേകളില്ലേ, ആ സർവേകളിലെ മെഷർമെന്റിൽ എന്തെങ്കിലും പെശക് കണ്ടാൽ അത് ചെയിൻ സർവേ മുഖാന്തരം എടുത്ത സർവേ ആണെങ്കിൽ, ചെയിൻ സർവേ മുഖാന്തരം എടുത്തപ്പോൾ വന്ന വ്യത്യാസമാണെങ്കിൽ അത് സർവേ സൂപ്രണ്ടാണ് അത് കറക്റ്റ് ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്. ചെയിൻ സർവേ ഉപയോഗിച്ചെടുത്ത മെഷർമെന്റ് ആണെങ്കിൽ അതിൽ കറക്റ്റ് ചെയ്യുന്നത്, മുൻകാല സർവേ അളവുകളിൽ കറക്റ്റ് ചെയ്യുന്നത് ആരായിരിക്കും? സർവേ സൂപ്രണ്ട് ആയിരിക്കും. പക്ഷെ അത് തിയോഡലൈറ്റ് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ തിയോഡലൈറ്റ് സർവേ പ്രകാരം എടുത്താണെങ്കിൽ അത് അസിസ്റ്റന്റ് ഡയറക്ടർ സർവേ അസിസ്റ്റന്റ് ഡയറക്ടറുടെ അനുമതിയോടെ മാത്രമായിരിക്കും അത് കറക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത്, ഒരു സർവേ ചെയ്യുവാണെന്ന് വിചാരിച്ചോളൂ. സർവേ ചെയ്യുമ്പോൾ ഫീൽഡ് സർവേ അല്ലെങ്കിൽ സബ് ഡിവിഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ എറർ വരാം. പോസിബിൾ ആണല്ലോ, ഹ്യൂമൻ എറർ പോസിബിൾ ആണ്. അപ്പോൾ അത്തരം എറർ സംഭവിക്കുന്ന എററിന് ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് എറർ അലവബിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് കോർപ്പറേഷൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ 1%, അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പഞ്ചായത്ത് ഏരിയ ഒക്കെ ആണെങ്കിൽ 2% അലൗഡ് ആണ്. ഓക്കെ, എറർ അലൗഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോ
സർവേ ചെയ്യാൻ സർക്കാർ ഉത്തരവായി എന്ന് വെച്ചോ, നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സെക്ഷൻ 4ഓ 5ഓ അല്ലെങ്കിൽ 4ഓയോ പ്രകാരം സർവേ ചെയ്യാൻ വേണ്ടി സർക്കാർ ഉത്തരവായാൽ അത് കഴിഞ്ഞ് ആദ്യം ചെയ്യുന്നത് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സെക്ഷൻ 6 പ്രകാരമാണ് അങ്ങനെയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. അത് ഫോം 17-ലായിരിക്കും. ഫോം 17. ഈ ചില ഫോംസ് ഒക്കെ ഇവര് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ മേജർ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അത്തരം ഒരു ചെറിയ ചെറിയ ടോപ്പിക്സ് നോക്കാം. അപ്പൊ അങ്ങനെയുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഫോം 17-ലാണ്, സെക്ഷൻ 6 പ്രകാരമാണ്. അപ്പൊ സർവേ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടീസ് കൊടുത്തു. അത് കഴിഞ്ഞ് സർവേ ചെയ്താൽ പിന്നെ നമ്മളൊരു വീണ്ടും ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. അതിന്റെ 9-2 നോട്ടീസ് എന്നാണ് പറയുന്നത്. 9-2 നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ സർവേ, മറ്റേത് നേരത്തെ എന്താ പറയുന്നത്, സർവേ ചെയ്യാൻ പോവാണ്, നാട്ടുകാരെ അറിയിക്കുന്നു. ഇനി രണ്ടാമത് നമ്മൾ അറിയിക്കുന്നത് എന്താ, നമ്മൾ ഓൾറെഡി സർവേ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അത് നമ്മൾ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യും, 2 ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും, പിന്നെ വില്ലേജിലെയും താലൂക്കിലെയും LSTDയിലേക്ക് അവരുടെ എല്ലാം നോട്ടീസ് ബോർഡിൽ നമ്മൾ, പഞ്ചായത്തിലേക്ക് നോട്ടീസ് ബോർഡിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും. 9-2 നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി സർവേഡ് ആണ്, നിങ്ങൾ പരിശോധിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പീലുകൾ സമർപ്പിക്കാം. ഓക്കെ, അപ്പോ ഈ സർവേ മാർക്ക്, ഓക്കെ, സർവേ മാർക്ക് നമ്മൾ സംരക്ഷിക്കാൻ നേരത്തെ പറഞ്ഞില്ലേ, സർവേ മാർക്ക് അതായത് കല്ലുകൾ. അപ്പൊ അത് നമ്മൾ തഹസിൽദാർ നോട്ടീസ് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, പ്രൈവറ്റ് പാർട്ടീസിന്, രജിസ്റ്റേർഡ് ഹോൾഡറിന്. അപ്പൊ അത് നമ്മൾ കൊടുക്കുന്നത് ഫോം 1-ലാണ്. ഫോം 1. ഇനിയിപ്പം നമ്മൾ സർവേ പൂർത്തിയായി, 9-2 കഴിഞ്ഞു, ആൾക്കാരുടെ പിന്നെ എന്താ പറയുക ഒബ്ജക്ഷൻസ് ഒക്കെ നമ്മൾ കോൾ ഫോർ ചെയ്തു. അതിനുശേഷം നമ്മൾ സർവേ പൂർത്തിയാവുമ്പോൾ പ്രസിദ്ധീകരിക്കുന്നതാണ് സെക്ഷൻ 13 പ്രകാരമാണ് നമ്മൾ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുന്നത്. അത് ഫോം 18-ലാണ്. ഫോം 18. ഓക്കെ, പിന്നെ 6 പ്രകാരമാണ് നമ്മൾ പിന്നെ ഫോം 17 പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നു. അത് കഴിഞ്ഞ് 9-2 നോട്ടീസ് പുറപ്പെടുവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോം 18-ല് അന്തിമമായി ഇത് എന്താ പറയാ സർവേ കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കും. ഇനി ഈ എന്താ പറയാ സെക്ഷൻ 13 പ്രകാരമുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചു സർവേ പൂർത്തിയായാലും, ഓക്കെ, 13A പ്രകാരം ആ ഉത്തരവ് നമ്മൾ ഇപ്പൊ ഇറക്കി അന്തിമമാക്കിയ സർവേ ഇല്ലേ, അത് വിളിച്ച് അതിനെ റിവൈസ് ചെയ്യാനുള്ള റിവിഷൻ പവർ ആർക്കുണ്ടെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടർക്കുണ്ട്. ഓക്കെ, ജില്ലാ കളക്ടർക്ക് റിവിഷൻ പവർ ഉണ്ട്. അപ്പൊ 13A പ്രകാരമാണ് ആ ഒരു പവർ ഉള്ളത്. അത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അത് ആ സെക്ഷൻ ഇല്ലേ, നമ്മുടെ പിന്നെ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് ഇല്ലേ, അതിൽ ഇങ്ങനെ എല്ലാം ആ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഇങ്ങനെ സർവേ നടക്കുന്ന സമയത്ത്, ഓക്കെ, സർവേ നടക്കുന്ന സമയത്ത് സാക്ഷികളെ വിളിച്ചു വരുത്താനും അതുപോലെ തന്നെ പിന്നെ അവരെ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടാനൊക്കെ ഉള്ള അധികാരം സർവേ ഓഫീസർക്കുണ്ട്. അത് സെക്ഷൻ 19 പ്രകാരമാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ വേറൊരു കാര്യം പഠിച്ചില്ലേ, സെക്ഷൻ 17B, അത് ഡെഫിനിഷൻസ് പഠിച്ചപ്പോൾ, അതായത് ഒരു ഇതാണ് ലൈസൻസ്ഡ് സർവേയർ എന്ന് പറഞ്ഞിട്ട്, അതാണ് സെക്ഷൻ, ഓർമ്മയുണ്ടോ? ഒന്ന് നോക്കി നോക്കൂ, സെക്ഷൻ 17B ആണ്. ഓക്കെ, അതിൽ 17A കഴിഞ്ഞാണല്ലോ 17B വരുന്നത്. 17A എന്ന് പറഞ്ഞാൽ ഈ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്കെച്ചും കാര്യങ്ങളും റെക്കോർഡ്സ് ഒക്കെ തയ്യാറാക്കുന്നില്ലേ, അതിനെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് 17A. സെക്ഷൻ 17 എന്ന് പറഞ്ഞാൽ അത് അപ്പൊ തന്നെ നിങ്ങൾ ഓർത്തോളണം, അത് വില്ലേജ് സ്റ്റാഫുകളുടെ, വില്ലേജ് ഒഫീഷ്യൽസിന്റെ ഡ്യൂട്ടീസ് പറയുന്ന ഇതാണ് സെക്ഷൻ 17. ഓക്കെ, സെക്ഷൻ 18 ആണ് ഇപ്പൊ ഈ പറഞ്ഞത്, സർവേയുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ പ്രവേശിക്കാനും പരിശോധിക്കാനും തടസ്സങ്ങൾ നീക്കാനും ഒക്കെ ഉള്ള അധികാരം ഈ സർവേ ഒഫീഷ്യൽസിനുണ്ട്. അത് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 18. ഓക്കെ, സെക്ഷൻ 18. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അത് ജസ്റ്റ് നോക്കിയാൽ മതി. ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ക്വസ്റ്റ്യൻസ് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആക്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനിയുള്ളത് പ്രൊസീജിയർ ടു ഇഫക്റ്റ് സബ് ഡിവിഷൻ. അത് നിങ്ങൾക്കറിയാം, സെക്ഷൻ 23 ആണ്. സബ് ഡിവിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് ലാൻഡിൽ അളക്കാനുള്ള അപേക്ഷ തഹസിൽദാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞില്ലേ, അത് ഫോം നമ്പർ 8-ലാണ്. ഫോം 8.
ഓക്കെ, ഞാൻ ഈ പറയുന്ന ഇത്രയും ഫോംസ് മാത്രമേ ചോദിക്കുള്ളൂ. ഫോം 8. അത് കഴിഞ്ഞിട്ട് വരുന്നത് സെക്ഷൻ 5 പ്രകാരമാണ്. അതായത് സെക്ഷൻ 5 നമ്മൾ പറഞ്ഞില്ലേ, ഫോം ഒരു പ്രത്യേക, അതായത് സീ ഇറോഷനും അതുപോലെ തന്നെ റിവർ ഇറോഷനൊക്കെ കൊണ്ടുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള സർവേ ആണെങ്കിൽ അത് ഈ ഫോം 8 കൊടുക്കേണ്ടത്, അത് ഫോം 15 കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഈ സർവേയുമായി ബന്ധപ്പെട്ട് ഫീസ് ഈടാക്കുന്നില്ലേ, അത് റൂള് 68 പ്രകാരമാണ് ഈ പൈസ ഈടാക്കുന്നതെങ്കിൽ റൂള് 69 പ്രകാരം ഇത് റീഫണ്ട് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഈ പൈസ പിന്നെ സർവേ ഫീസ് ഒരിക്കലും റീഫണ്ട് ചെയ്യത്തില്ല. അതാണ് 69. പിന്നെ സർവേ ചാർജ്, അതായത് നമ്മൾ തഹസിൽദാർ നോട്ടീസ് കൊടുത്തു, പ്രൈവറ്റ് ഹോൾഡർ അത് ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വന്തം ചെലവിൽ, സർക്കാർ ചെലവിൽ തന്നെ ആ കല്ല് മെയിൻറ്റെയിൻ ചെയ്യും, മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നടത്തും. എന്നിട്ട് റൂൾ 85 പ്രകാരം അയാളെ നിന്ന് ആ പൈസ തിരിച്ചു പിടിക്കും. റൂൾ 85 പ്രകാരം. ഓക്കെ, പിന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കളക്ടർക്ക് റിവിഷൻ പവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ സർവേ സൂപ്രണ്ടിനും ആൾക്കാർക്കൊക്കെ ഇവര് അപ്പീൽ കൊടുക്കുന്നുണ്ട്. അപ്പം സെക്ഷൻ 6, 7, 9 ഇത് പ്രകാരമൊക്കെ ആൾക്കാർ കൊടുക്കുന്ന അപ്പീല്, ഈ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് പ്രകാരം കൊടുക്കുന്ന അപ്പീലുകളുടെ കാലയളവ് എന്ന് പറഞ്ഞാൽ 1 മാസമായിരിക്കും. 1 മാസം. ഇത്രയൊക്കെ ഉള്ളൂ ജസ്റ്റ്. അപ്പോഴേക്കും നമ്മുടെ സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞത് നിങ്ങൾ ജസ്റ്റ് ആ പുസ്തകം എടുത്തു വെക്കുക, പുസ്തകം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ജസ്റ്റ് അതിനൊരു പാറ്റേൺ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്ത് വെക്കുക. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഫസ്റ്റ് പേജ് നമ്മൾ നോക്കുന്നു. അവിടെ ഇത് നിയമം ഏത് പ്രാബല്യത്തിലാണ്, എത്ര തരത്തിൽ, നിയമത്തിന്റെ പേര്, നിലവിൽ വന്ന വർഷം, അതുപോലെ തന്നെ ഏതൊക്കെ ഇതിന്റെ എക്സ്റ്റെന്റ് എവിടെയാണ്, അതായത് എവിടെയൊക്കെ പ്രാബല്യത്തിലുണ്ട്, ഏതൊക്കെ വർഷത്തിൽ ഇത് എന്ത് ചെയ്യുക, ഇത് അമെൻഡ് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ് പേജിൽ നോക്കും. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനിഷൻസ് ആണ്, അത് നമ്മൾ പഠിച്ചു. സെക്ഷൻ 2. സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സർവേയറെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നത്, സർവേ ഓഫീസറെ സർവേ ചെയ്യാൻ വേണ്ടി, ലാൻഡ് സർവേ ചെയ്യാൻ വേണ്ടി അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷനാണ് സെക്ഷൻ 3. സെക്ഷൻ 4 എന്ന് പറയുമ്പം സർവേയർ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു, അയാൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്, സർവേ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി ഇപ്പൊ സർവേയർ അപ്പോയിന്റ് ചെയ്തു, ഇനി നിങ്ങൾ ഏത് ലാൻഡാണ് സർവേ ചെയ്യേണ്ടതെന്ന് ഗവൺമെന്റ് കൊടുക്കുന്ന ഉത്തരവുകളാണ് താഴോട്ട് സെക്ഷൻ 4, 4A, 5. 4ൽ എന്താണ് പറയുന്നത്, 4ൽ ഏത് ലാൻഡ്, അതായത് ഒരു കേരളയിലുമായി ബന്ധപ്പെട്ട ഭൂമി സർവേ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു, NH-നുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ റീസർവേയുമായി ബന്ധപ്പെട്ടത്, ഇതെല്ലാം സർവേ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഉത്തരവാണ് സെക്ഷൻ 4. 4A എന്ന് പറഞ്ഞാൽ ലാൻഡ് LSGDയുടെ ആണെങ്കിൽ എന്താണ് സർക്കാർ കൊടുക്കുന്നത്, സെക്ഷൻ 4A പ്രകാരമായിരിക്കും. സീ ഇറോഷൻ, റിവർ ഇറോഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള സർവേ ഒക്കെ ആണെങ്കിൽ സെക്ഷൻ 5 പ്രകാരമായിരിക്കും. അപ്പൊ ഏത് തന്നെ ഈ 4, 4A, 5 ഇതിൽ ഏത് ഉത്തരവ് സർവേ ഓഫീസർക്ക് കിട്ടിയാലും അയാൾ അപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യും സെക്ഷൻ 6 പ്രകാരം. ഓക്കെ, അത് കഴിഞ്ഞ് സെക്ഷൻ 6 പ്രകാരം നോട്ടീസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ 9(2) പ്രകാരമുള്ള പിന്നെ എന്താണ് 9(2) പ്രകാരമുള്ള പിന്നെ സർവേ കഴിഞ്ഞിട്ട് വീണ്ടും നോട്ടീസ് പുറപ്പെടുവിക്കുന്നു, അപ്പീലുകൾ സ്വീകരിക്കുന്നു. അത് കഴിഞ്ഞ് സെക്ഷൻ 13 പ്രകാരം എന്ത് ചെയ്യുന്നു, ഇത് അന്തിമമാക്കി നമ്മൾ ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നു. 13A പ്രകാരം എന്താണ്, അന്തിമമാക്കി പ്രസിദ്ധീകരിച്ചാലും അത് ജില്ലാ കളക്ടർക്ക് റിവൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സെക്ഷൻ 15 പ്രകാരമാണെങ്കിൽ എന്താണ്, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആരിൽ നിക്ഷിപ്തമാണ്, സർക്കാർ ഭൂമിയിലുള്ള സർക്കാർ ഭൂമി, പ്രൈവറ്റ് ഭൂമി, ഇതിന്റെ ഇടയിൽ വരുന്ന കല്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്, രജിസ്റ്റേർഡ് ഹോൾഡർക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു ഏറ്റവും ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 24ാമത്തെ സെക്ഷനാണ്. 24ാമത്തെ സെക്ഷനിൽ റിപ്പീൽസ് ആണ്. അതായത് ഈ നിയമം നിലവിൽ വരുമ്പോൾ കുറേ നിയമങ്ങൾ നമ്മൾ റിപ്പീൽ ചെയ്ത് കളഞ്ഞു, അതായത് റദ്ദാക്കി കളഞ്ഞു. അതെല്ലാം സെക്ഷൻ 24ലുണ്ട്. പിന്നെ സെക്ഷൻ 23 നമുക്കറിയാം എന്താണ്, ഉത്തമ ബോധ്യത്തോടെ ഒരു സർവേ ഓഫീസർ എടുക്കുന്ന ആക്ഷൻസിന് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് സെക്ഷൻ 23. പിന്നെ നമ്മൾ വേറൊരു സെക്ഷൻ കൂടെ പഠിച്ചു, സെക്ഷൻ 17, 17A, 17B. 17B പ്രകാരമാണ് ഒരു ലൈസൻസ്ഡ് സർവേയർ ആര് എന്ന് പറയുന്നത് 17B പ്രകാരമാണ്. അതിലാണ് ആ ലൈസൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. സർവേ ചെയ്തിട്ട് നമ്മൾ സർവേ സ്കെച്ചുകൾ മറ്റുമൊക്കെ തയ്യാറാക്കുന്ന റെക്കോർഡ്സ് തയ്യാറാക്കുന്നത് 17A ആണ്, ആസ് പെർ 17A. ഇനിയിപ്പോ എന്താ 17 എന്ന് പറഞ്ഞാൽ ദ ഡ്യൂട്ടീസ് ഓഫ് ദി വില്ലേജ് ഓഫീഷ്യൽസ്. അത്രയൊക്കെ മതി.
ഇത് ഇത്രയും ചോദിക്കുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂളിലേക്ക് പോകുന്നു. റൂളിലാണെങ്കിൽ എന്താണ് റൂള് 3-4, 3ലും 4ലുമാണ് എന്താണ് പറയുന്നത്, ഫീൽഡ് സ്റ്റോൺ എന്താണ്, തിയോഡലൈറ്റ് സ്റ്റോൺ എന്താണ്, അത് കഴിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഇടുന്ന സർവേ മാർക്സുകൾ എന്താണ്. അതിന് നമ്മൾ സർവേ മാർക്സിൽ നമ്മൾ ഒരു കാര്യം പ്രത്യേകം പഠിച്ചു, എന്താണ് ഫീൽഡ് സ്റ്റോണിന്റെ എന്താണ് ഫീൽഡ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ സാധാരണ ഇടുന്ന ഒരു അതിരടയാളമാണ്, മാർക്സ് ആണ് ഫീൽഡ് സ്റ്റോൺ. ഡ്യൂറബിൾ ക്വാളിറ്റി ഉള്ള ഗ്രാനൈറ്റ് സ്റ്റോൺ ആയിരിക്കും. അത് റഫ്ലി സ്ക്വയർഡ് ആയിരിക്കും. അതിന്റെ ഡയമെൻഷൻ 65-15-15 സെന്റിമീറ്റർ ആയിരിക്കും. ഒരു സൈഡിൽ ഒരു തെങ്ങ് കൊത്തിവെക്കും. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ തിയോഡലൈറ്റ് സ്റ്റോൺ. തിയോഡലൈറ്റ് സ്റ്റോൺ എന്ന് പറഞ്ഞാൽ തിയോഡലൈറ്റ് സ്റ്റേഷൻസിൽ പ്ലേസ് ചെയ്യുന്ന സ്റ്റോൺ ആണ്. അത് ഈ ഫീൽഡ് സ്റ്റോൺ പോലെ തന്നെ ആയിരിക്കും, പക്ഷെ അതിന്റെ മുകളിൽ ഒരു ഹോൾ ഇട്ട് വെക്കും. അതിനെ പ്ലമറ്റ് ഹോൾ എന്നാണ് പറയുന്നത്. അത് 1 സെന്റിമീറ്റർ ഡീപ്പാണ്. ഇനി ഈ തിയോഡലൈറ്റ് സ്റ്റോൺ വരുന്നത് ഒരു ഖണ്ഡം ബൗണ്ടറിയിലാണെങ്കിൽ എന്താണ് ഒരു സർക്കിൾ ഇടും പ്ലമറ്റ് ഹോളിന് ചുറ്റും. ഒരു വില്ലേജ് ട്രൈ ജംഗ്ഷനിലാണെങ്കിൽ നമ്മൾ ഈ സർക്കിളിന് പകരം ഒരു ട്രയാങ്കിൾ ഇട്ട് വയ്ക്കും. എന്നാൽ രണ്ട് വില്ലേജിന്റെയും അതിരിലാണെങ്കിൽ രണ്ട് പാരലൽ ലൈനായിരിക്കും വരച്ചു വയ്ക്കുന്നത്. ഓക്കെ. ഇതാണ് ഇതിനെ പറ്റിയുള്ള സർവേ മാർക്സിനെ പറ്റി പറയുന്നത്. പിന്നെ ഇത് ചതുപ്പിലാണെങ്കിൽ, ലോ ലൈയിങ് ലാൻഡിലാണെങ്കിൽ 2.5 മീറ്റർ പൊക്കമുള്ള കല്ലായിരിക്കും നമ്മൾ തിയോഡലൈറ്റ് സ്റ്റോണിന് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡയമെൻഷൻ 2.5 മീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ ഇൻറ്റു 20 സെന്റിമീറ്റർ. പക്ഷെ മറ്റേതാണെങ്കിലോ, നമ്മൾ ഫീൽഡ് സ്റ്റോൺ ലോ ലൈയിങ് ലാൻഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ് 2 മീറ്റർ ഇൻറ്റു 15 സെന്റിമീറ്റർ ഇൻറ്റു 15 സെന്റിമീറ്റർ. ഇനി ഇതൊരു വെള്ളക്കെട്ടുള്ള സ്ഥലം അല്ലെങ്കിൽ കായലുള്ള സ്ഥലം, ഇതൊരു വെള്ളം മൂടിയ സ്ഥലത്താണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലല്ല ഉപയോഗിക്കുന്നത്, പകരം തെങ്ങിന്റെ തടിയാണ്. അത് 1 മീറ്റർ മണ്ണിന്റെ അടിയിലായിരിക്കും. അതുപോലെ തന്നെ ഹൈ ടൈഡ് അല്ല, അതിന്റെ വാട്ടർ ലെവൽ, ഹൈ വാട്ടർ ലെവലിൽ നിന്ന് ഒരു 1/2 മീറ്ററെങ്കിലും മുകളിലോട്ട് വയ്ക്കും. പിന്നെ ടാറ് കൊണ്ട് നമ്മളൊരു തെങ്ങിന്റെ അടിയിൽ ഒരു തെങ്ങിന്റെ പടം വരച്ചു വയ്ക്കും. ഓക്കെ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പഠിച്ചേ? അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇത്രയേ ഉള്ളൂ. തഹസിൽദാർക്കാണ് നമ്മൾ സാധാരണ നോർമലി അപേക്ഷ കൊടുക്കുന്നത്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഈ കുഴിച്ചു വയ്ക്കുന്ന കല്ല്, അതായത് നമ്മൾ സർവേ മാർക്സുകൾ കുഴിച്ചു വയ്ക്കുമ്പോൾ അത് നമ്മൾ 2/3 ഭാഗം മണ്ണിന്റെ അടിയിൽ പോകണം. ഓക്കെ. അങ്ങനെയാണ്. ഇത് 2/3 ഭാഗം മണ്ണിൻ മുകളിലിരിക്കുകയാണെങ്കിൽ, ഓക്കെ, പൊസിഷൻ മാറി കിടക്കുകയാണെങ്കിൽ, ഇളകി കിടക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ കാടും പടപ്പും ഇതിന്റെ മേളിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്? സർവേ ഓഫീസർക്കാണ്. പക്ഷെ നോർമലി ഇത് പരിശോധിച്ച് റിപ്പോർട്ട് കൊടുക്കാനുള്ള അധികാരം അതുപോലെ തന്നെ സെക്ഷൻ 17 പ്രകാരം വില്ലേജ് ഒഫീഷ്യൽസിലും നിക്ഷിപ്തമാണ്. അതുപോലെ തന്നെ നമ്മൾ സർവേ ചെയ്യുമ്പോൾ പഴയകാല സർവേയിൽ അളവ് വ്യത്യാസം ഉണ്ടെങ്കിൽ, ചെയിൻ സർവേ ആണെങ്കിൽ സർവേ സൂപ്രണ്ട് പരിഹരിക്കും. അഥവാ ഇനി തിയോഡലൈറ്റ് സർവേയുടെ അളവുകളിലാണ് വ്യത്യാസമെങ്കിൽ ആര് പരിഹരിക്കും? അത് അസിസ്റ്റന്റ് ഡയറക്ടറുടെ അനുമതിയോടെ പരിഹരിക്കും. ഇനി നമ്മൾ നേരെ അളവുകളിൽ സബ് ഡിവിഷൻ അല്ലെങ്കിൽ ഫീൽഡ് സർവേ ഒക്കെ നടത്തുമ്പോൾ അലൗഡ് ആയിട്ടുള്ള എറർ ലിമിറ്റ് ഉണ്ട്. അത് കോർപ്പറേഷൻ ഏരിയയിലും അല്ലെങ്കിൽ മറ്റ് സ്ഥലത്ത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഏരിയയിൽ 1%, അതുപോലെ തന്നെ പഞ്ചായത്ത് ഏരിയയിൽ 2% ആയിരിക്കും. ഓക്കെ. സബ് ഡിവിഷൻ ചെയ്യുന്നത് റൂൾ 23 പ്രകാരമാണ്. സർവേ ചാർജുകളുമായിട്ട് ഈടാക്കിയ പൈസ നമ്മൾ ഒരിക്കലും റീഫണ്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇത്രയേ ഉള്ളൂ. സർവേ ആൻഡ് ബൗണ്ടറീസ് ആക്ട് 1961 ആൻഡ് സർവേ ആൻഡ് ബൗണ്ടറീസ് റൂൾ 1964. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ ചോദിക്കാം, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് കൊളാർക്സ് അക്കാഡമി.